ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പപ്പായ കറിയാണ്. അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കിട്ടണം. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുകൊന്ന് നന്നായി പൊട്ടി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഒന്ന് എണ്ണയിലൊക്കെ ഒന്ന് മൂത്ത് വരണം. കരിവേപ്പില ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കരിവേപ്പിലയും കടുകൊക്കെ ഇതിപ്പം കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെല്ലാ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. ഒന്ന് നമുക്ക് മൂത്ത് കിട്ടണം. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അടി പിടിക്കാതെ നോക്കണം. ഇതൊന്ന് ഒരു ബ്രൗൺ കളറിൽ കിട്ടണം. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നുണ്ട്. അതുവരെ നമുക്ക് ഒന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവിന് എത്രയാണ് ഇടേണ്ടത് അത്ര ഇട്ട് കൊടുക്കാൻ മതി. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റണം. ഈ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചേക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം തക്കാളി ഇടുക. ഇപ്പോൾ നമ്മൾ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി അതിലേക്ക് നേരത്തെ അവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുള്ളൂ. ഇത് നമ്മുടെ കറിക്ക് ഒരു കട്ടിക്കൊക്കെ വേണ്ടിയാണ്, നല്ല ഇതായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഉടച്ചിടണം. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ച് വേണം ഇടാൻ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി ഞാൻ 1 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് എത്രയാണോ അത്ര ഇടാം. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഗരം മസാല. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കുക. അതിന് ശേഷം എത്രയാണോ ആവശ്യമുള്ളത് നമുക്ക് ഒഴിക്കാം വെള്ളം. ഇതിപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്.
ഇനി അതിലേക്ക് ബാക്കിയുള്ള വെള്ളം, ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്, അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പപ്പായൊക്കെ എല്ലാം അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. പപ്പായൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം, നമ്മുടെ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ. ഇനിയിപ്പം കുറച്ച് പപ്പായ വേവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ പപ്പായൊക്കെ വെന്തിട്ടുണ്ട്, നന്നായിട്ട് നമ്മുടെ ഇതൊക്കെ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പപ്പായൊക്കെ നന്നായിട്ട് വെന്ത് നമ്മുടെ കറിയൊക്കെ ഇങ്ങോട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ പപ്പായ കറിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്വാദിഷ്ടമായ നല്ല നാടൻ പപ്പായ കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. ഇത് നല്ല ഹെൽത്തിയാണ് നമ്മുടെ ബോഡിക്കൊക്കെ. അപ്പം ഇത് ഒന്ന് ട്രൈ ചെയ്യുക. ഈ ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻ്റ് ഇടുക, ഷെയറും ചെയ്യുക. അപ്പം താങ്ക് യു. ബൈ.